കർത്താവിന്റെ ദിവ്യ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മേ ദ ഹോളി നെയിം ഓഫ് ദ ലോർഡ് ബി ഗ്ലോറിഫൈഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിക്കാൻ തുടങ്ങിയ ദൈവവചനത്തെ എൻ്റെ പൂർത്തീകരണത്തിലേക്ക് ആഗ്രഹിക്കുന്നത്, അത് കണ്ടിന്യൂ ചെയ്യുവാനും അത് പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനായി വിട്ടുകൊടുക്കുന്ന കർത്താവിന് സ്തോത്രം. ലാസ്റ്റ് വീക്ക് I want to continue with the message that I began last week. Three crucial convictions we see in the book of Isaiah chapter 43 1-7. ഏശയ്യാ പ്രവചനം 43 അധ്യായം 1 മുതൽ 7 വരെ ഒരു നിർണായകമായ 3 ബോധ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന് നമ്മൾ അതാണ് തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നിർണായകമായ 3 ബോധ്യങ്ങൾ. കർത്താവിന് സ്തോത്രം. ബോധ്യത്തിലെ ആദ്യത്തെ ബോധ്യം, കർത്താവിന് സ്തോത്രം, നമ്മൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. The first conviction, we need to be aware from where we come from. We need to understand that talk about our physical identity, and we read there verse 1, we are God's creation. Karthavinu stotram. So our physical identity as a human being, all human beings are the creation of God, God's image. നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ബോധ്യപ്പെടേണ്ടതുമായ കർത്താവിന് സ്തോത്രം ഏറ്റവും വലിയ ബോധ്യം, അത് സയൻസ് എന്ന് പറയട്ടെ, മനുഷ്യനെന്ന് പറയട്ടെ, മറ്റുള്ളവർ അംഗീകരിക്കില്ല, ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ ഈ ബോധ്യമുള്ളവരായിരിക്കണം. ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, എന്നെ സൃഷ്ടിച്ചത് കർത്താവാണ്. ഞാൻ ആക്സിഡന്റലായിട്ട് ഈ ഭൂമിയിൽ വന്നവനല്ല. കർത്താവിന് സ്തോത്രം. ഞാൻ യാദൃച്ഛികമായി വന്നവനല്ല, ഞാൻ യാദൃച്ഛികമായി വന്നവളല്ല. എൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ നിർണയപ്രകാരം ഇവിടെ വന്നവളോ അല്ല. പിന്നെയോ എനിക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്. അപ്പന്റെ നിർണയപ്രകാരം ഞാൻ അപ്പന്റെ അടുക്കൽ നിന്ന് വന്നാണ്. God is my creator. So whether others accept or not, we should not care about it. Our conviction, personal conviction should be that I come from God. God is my creator and I am an image of God. Okay, second thing, what we have seen, we looked into, we have not completed. I will continue the remaining of the second part. The second part, we began to see that it talks about, who we are. That is the second conviction we need to be aware of. We need to be convinced of who we are, from where we come from. It talks about our spiritual identity. God is talking to Israel. I have formed you. കർത്താവിന്റെ സ്തോത്രം. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിന്നെ സൃഷ്ടിച്ചവൻ മാത്രമല്ല, ഇസ്രായേലെ, ഞാനാണ് നിന്നെ ഫോം ചെയ്തതെന്ന്. കർത്താവിന് സ്തോത്രം. ഞാനാണ് നിന്നെ രൂപപ്പെടുത്തിയതെന്ന്. നീ സ്തോത്രം യാക്കോബായിരുന്ന നിന്നെ സ്തോത്രം ഞാൻ നിന്നെ രൂപപ്പെടുത്തി കർത്താവിന് സ്തോത്രം ഇസ്രായേലാക്കി മാറ്റിയെന്നും. സോ രണ്ടാമത് ദൈവം ഇസ്രായേലിന് പറയുന്നു, നീ യാക്കോബായിരുന്നു, നിന്നെ സ്തോത്രം രൂപപ്പെടുത്തി ഇസ്രായേൽ ആക്കിയത് നിന്റെ ആത്മീയ ഐഡന്റിറ്റിയാണ് കാണിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഞാനെന്ന് പറഞ്ഞതുപോലെ സ്തോത്രം, ആ യാക്കോബ് ഉണ്ടാകുന്നതിന് മുമ്പേ അവന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു, ഞാൻ നിന്നെ ഇസ്രായേലാക്കി മാറ്റും, നീ ഒരു ജാതിയാകും, നീ ഒരു രാഷ്ട്രമായി തീരുമെന്ന്. കർത്താവിന് സ്തോത്രം. So it was God's plan that Jacob would be formed into a nation even before he was born. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്ലാൻ ചെയ്യുന്നത് നാം ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞിട്ടല്ല. കർത്താവിന് സ്തോത്രം. നാം പഠിക്കാൻ മിടുക്കരാണോ മിടുക്കിയാണോ എന്ന് അറിഞ്ഞിട്ടല്ല ദൈവം പ്ലാൻ ചെയ്യുന്ന. കർത്താവിന് സ്തോത്രം. നമ്മുടെ അപ്പന് സ്തോത്രം നമ്മളെ പഠിപ്പിക്കാൻ കാശുണ്ടോ എന്ന് അറിഞ്ഞിട്ടല്ല ദൈവം ഫോം ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ ദൈവം പ്ലാൻ ചെയ്യും നമ്മൾ എന്തായി തീരുമെന്ന്. മറന്നു പോകരുത്. Dear children of God, listen me. See, don't think that God will design your plan after deciding your gender, whether you are a boy or girl. Don't think that God will design his plan for you after understanding what is your IQ, whether you are a smart boy or smart girl. No. Even you see, before you were born in the womb of your mom, God designed and planned what you would become. So that is why, children, we need to be very careful to make sure that we are walking in the perfect plan and will of God. If you deviate from the plan and purpose of God, it is so dangerous. You can end up in wrong destiny. If we move out from God's plan, that is dangerous. So that is the reason we do all these things.
to help you to understand. You walk in God's, you follow the route map of God. ദൈവത്തിന്റെ റൂട്ട് മാപ്പിലൂടെ പോകുവാൻ ഞങ്ങൾ, അതുകൊണ്ടാണ് മാതാപിതാക്കളായ ഞങ്ങൾ നിങ്ങളോട് സ്തോത്രം പലപ്പോഴും പ്രബോധിപ്പിക്കുന്നതും. ഹല്ലേലൂയ, ദൈവദാസന്മാരായ ഞങ്ങൾ. ഓക്കെ, സോ ദെൻ ഹൂ വി ആർ. സി, നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു. മൂന്ന് കാര്യങ്ങളാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഹൂ വി ആർ, നമ്മൾ അത് മനസ്സിലാക്കണം. വൺ, വി ബിലോങ് ടു ഗോഡ്. നമ്മൾ ആരാണ്? നമ്മൾ സ്പിരിച്വൽ ഐഡന്റിറ്റി ഉള്ളവരാണ്. ദൈവമാണ് നമ്മുടെ പിതാവ്. ദൈവത്താൽ രൂപപ്പെട്ടവരാകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വകയാണ്. സോ ദൈവത്തിന്റെ വകയാണ്. കർത്താവ് നമ്മുടെ ഉടമസ്ഥൻ. ഉടമസ്ഥാവകാശം കർത്താവിന്. അത് നമ്മൾ മറന്നുപോകാതെ എപ്പോഴും പറയണം, ദൈവമാണ് എൻ്റെ ഉടമസ്ഥൻ. കർത്താവിന് സ്തോത്രം. രണ്ട്, സെക്കൻഡ് തിങ് വാട്ട് വി ഹാവ് സീൻ, കർത്താവിന് സ്തോത്രം, ഗോഡ് God is working with you. Or another way, God is your companion. God is your companion. So since God is your companion, and God is directing your way, you don't need to be worried of the way. That's what I was trying to help you to understand. ദൈവം രണ്ടാമത് പറയുന്നത് ആരാണ്? നാം, നമ്മുടെ സ്പിരിച്വൽ ഐഡന്റിറ്റി നാം കർത്താവിന്റെ വകയാണ്. രണ്ട്, നമ്മുടെ കർത്താവ് നമ്മുടെ ഉടമസ്ഥൻ മാത്രമല്ല, നാം കർത്താവിനാൽ നയിക്കപ്പെടുന്നവരാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിനാൽ നയിക്കപ്പെടുന്നവർ. അപ്പൊ ഉടമസ്ഥാവകാശം കർത്താവിനുള്ള ഒരു ജനം. രണ്ട്, സ്തോത്രം, കമ്പാനിയൻഷിപ്പ്, സഖിത്വം, കർത്താവിന്റെ സഖിത്വമുള്ള ഒരു ജനം. ദൈവത്തിന്റെ ജനമേ, നാം ദൈവത്തിന്റെ സഖിത്വമുള്ള ജനമാണ്. മറന്നുപോകരുത്. കർത്താവിന്റെ സ്തോത്രം. We need to understand, children of God, we are a distinctive group of people. Because we have the companionship of the Lord, the Creator, the one who created everything, the one who redeemed humanity, and the one who is to come. He is your companion. Karthavinu stotram. We are a people with a companionship of God. Karthavinu stotram. Ee ravile kaalum njan dhyaanichu kazhinjappo Karthavinu stotram. Ende ullam hallelujah സന്തോഷം കൊണ്ട് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഉല്ലസിക്കുവാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. ദൈവം companionship ഉള്ള ഒരു ഗ്രൂപ്പാണ് നാം. Hallelujah. What a privileged position is that. We are a group of people with a divine ownership on us, and we are a group of people with a divine companionship with us. കർത്താവിന് സ്തോത്രം. നമ്മുടെ മേൽ ദൈവത്തിന്റെ ഉടമസ്ഥാവകാശം ഉള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ. അത് മാത്രമല്ല, ദൈവത്തിന്റെ സഖിത്വം കൂടെ ഉള്ള ഒരു ജനമാണ് നാം. കർത്താവിന് സ്തോത്രം. നമ്മുടെ കൂടെ ഇനി ആരുമില്ലെങ്കിലും ഹല്ലേലൂയ ഭാരപ്പെടേണ്ട. നമ്മുടെ കൂടെ ഹല്ലേലൂയ തന്റെ സഖിത്വം തന്റെ ഭക്തന്മാർക്ക് നൽകുന്ന ഒരു ദൈവം. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. കർത്താവിന് സ്തോത്രം. ഈ സങ്കീർത്തനം 25:14 ഒന്ന് വായിക്കാം. സങ്കീർത്തനം 25:14. Psalm 25:14. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. താങ്ക് യു. യഹോവയുടെ സഖിത്വം എല്ലാവർക്കുമില്ല, മറന്നു പോകരുത്. ഭക്തന്മാർക്ക്, പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. അപ്പൊ ദൈവത്തിന്റെ ആ കോമൺ എന്താ ക്രിയേറ്റീവ് ക്രിയേറ്റർ എന്നുള്ള ദൈവം, സൃഷ്ടിതാവെന്നുള്ള ആ ഒരു പദവിയിൽ എല്ലാവർക്കും ദൈവത്തിന്റെ ഒരു പ്രത്യേക സംരക്ഷണവും സുരക്ഷിതത്വം ഉണ്ട്. അതൊരു കോമൺ ആണ്. എന്നാൽ യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് ജനത്തിന് മാത്രം ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേക പ്രിവിലേജ് ആണ്. എല്ലാവർക്കും ദൈവത്തിന്റെ സഖിത്വമില്ലെന്ന്, ഭക്തന്മാർക്ക് മാത്രമേ ദൈവത്തിന്റെ സഖിത്വമുള്ളൂ. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, അബ്രഹാമും ലോത്തും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ. അബ്രഹാമിനെ അറിയപ്പെട്ടത് ഈ ദൈവത്തിന്റെ സ്നേഹിതൻ, ദൈവത്തിന്റെ സഖിത്വം ഉണ്ടായിരുന്നത് അബ്രഹാമിന് മാത്രമാണ്. ലോത്ത് കൂടെ ഇറങ്ങിയെന്ന് കരുതി അവന് ദൈവത്തിന്റെ സഹിത്വം ഉണ്ടായിരുന്നില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വീട്ടിൽ ചെന്നതും ദൈവം കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതും അബ്രഹാമിന്റെ കൂടെ ആ ഒരു പ്രിവിലേജ് സ്തോത്രം ലോത്തിനില്ലായിരുന്നു. കൂടെ പാടിയവർക്കും കൂടെ കൊട്ടിയവർക്കും കൂടെ കിടന്നവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ആരാധിച്ചവർക്കും എല്ലാവർക്കും ഈ സഹിത്വം ലഭിക്കണമെന്നില്ലെന്നേ. കൂടെ ഇറങ്ങിക്കാണുവന്നേ, ഒരുമിച്ചായിരിക്കും യാത്ര ചെയ്യുമെന്നേ. പക്ഷേ യഹോവയുടെ സഹിത്വം അനുഭവിക്കുവാൻ ഭക്തന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. What a beautiful work it is. What a glorious work it is. On this earth, on this sinful earth,
on the sinful world and sinful earth. Hallelujah. Our Lord is my companion. Hallelujah. On this wicked world, as I walk, God is my companion. Hallelujah. ഈ ദുഷ്ടലോകത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കാൻ നോക്കിയേ, നിങ്ങളൊന്ന് ധ്യാനിക്കാൻ നോക്കിയേ. കർത്താവിന് ഈ ദുഷ്ടലോകത്തിൽ, ഈ പാപപങ്കുലമായ ലോകത്തില്, ഈ രോഗമുള്ള ലോകത്തിൽ, ഈ കൊറോണ ലോകത്തില്, ഈ സങ്കടമുള്ള ലോകത്തിൽ, ഈ ദുഃഖമുള്ള ലോകത്തിൽ എന്റെ കൂടെ സഹിത്വം നൽകുക എന്റെ കർത്താവ്, എന്റെ കൂടെ നടക്കുന്ന എന്റെ കർത്താവ്. ദൈവം കമ്പാനിയൻ ആയതുകൊണ്ടാ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ വഴിയെക്കുറിച്ച് നമ്മൾ അറിയണ്ടെന്ന് പറഞ്ഞ്. മനസ്സിലായോ? വഴി വെള്ളമായാലും വഴി തീയായാലും എത്ര ഡിസ്ട്രക്റ്റീവ് ആയാലും ദൈവം ഹല്ലേലൂയ കമ്പാനിയനായി കൂടെ ഉണ്ടെങ്കിൽ, ദൈവമാണ് മുമ്പേ നടക്കുന്നത്, നമ്മൾ പിമ്പെയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ വഴിയെ അറിയേണ്ട കാര്യമില്ല. കർത്താവിന് സ്തോത്രം. If the Lord is working before us and if we are only following him, we don't need to be worried about the ways, whether it is fiery ways or watery ways. The Lord will lead us. The Lord knows how to take us. കർത്താവിന് സ്തോത്രം. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കർത്താവിന്റെ വഴി, കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ വിശ്വസിക്കണം കർത്താവിന്റെ വഴി തികവുള്ളതാണ്. സങ്കീർത്തനം 18:30, Psalm 18:30. Psalm 18:30. ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. ശ്രദ്ധിക്കുക ദൈവത്തിനെ, ദൈവത്തിന്റെ വഴി തികവുള്ളതെന്ന ആ തികവുള്ള വഴിയിൽ അവൻ എങ്ങനെ നയിക്കുന്നറിയാമോ? തന്നിൽ ആശ്രയിച്ചു പോകുന്നവർക്ക് അവൻ തന്നെ പരിചയാകുന്നു. അവൻ വേറൊരു പുതിയ പരിചയം കൊണ്ടുവരികയല്ല, തന്റെ കൂടെ നടക്കുന്ന, തന്റെ സഹത്വം അനുഭവിക്കുന്ന ദൈവഭക്തന് ദൈവം തികവുള്ള വഴി, തികവെന്ന് പറഞ്ഞ പെർഫെക്റ്റ്. നിങ്ങൾ നോക്ക, ഇംഗ്ലീഷിൽ ഈസ് വേസ് പെർഫെക്റ്റ്. അവന്റെ വേ പെർഫെക്റ്റ് എന്നാണ്. അത് വെള്ളമായാലും അത് തീയായാലും ദൈവത്തിന്റെ വഴി പെർഫെക്റ്റ് ആണെന്ന് നാം തിരിച്ചറിയണം. ചിലപ്പോൾ സഹോദരങ്ങളെ തീയിലൂടെ കടക്കേണ്ടി വരും, ചിലപ്പോൾ വെള്ളത്തിലൂടെ കടക്കേണ്ടി വരും. ചിലപ്പോൾ നീ വിചാരിക്കും ഈ വെള്ളം എന്നെ മുക്കിക്കളയുമോ, ചിലപ്പോൾ നീ വിചാരിക്കും ഈ തീയ് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, എന്നെ ചാമ്പലാക്കി കളയുമെന്ന് നീ വിചാരിക്കും. എന്നാൽ ദൈവമാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നതെങ്കിൽ, ദൈവമാണ് ആ തീയിലൂടെ നിന്നെ നയിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. അവൻ തീയുടെ മധ്യത്തിൽ നിന്നെ ഇട്ടിട്ട് പോകുന്നവനല്ല, വെള്ളത്തിന്റെ മധ്യത്തിൽ നിന്നെ ഇട്ട് പോകുന്നവനല്ല. അവൻ നിനക്ക് ചുറ്റും പരിചയമായി മാറുന്നവനാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തീയുടെ അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു. ഇതെന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നിനക്ക് ചുറ്റും അവൻ പരിചയമായി മാറുന്നു. നിന്നെ ഹല്ലേലൂയ ഒരു തീയും ദഹിപ്പിക്കത്തില്ലെന്ന് ദൈവാത്മാവ് ഈ പകൽക്കാലം വീണ്ടും നിനക്ക് ഉറപ്പു തരുന്നു. ഹല്ലേലൂയ. നീ ഈ തീയിൽ നിന്ന് പുറത്തു വരുമെന്ന് ദൈവാത്മാവിനോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. നിന്നെ ദഹിപ്പിക്കാതെ വേണം നിന്റെ ചുറ്റും പരിചയമായി മാറുന്ന ഒരു കർത്താവ്. So God's way is perfect. Psalmist says that his ways are perfect. That we need to understand. Children of God, we need to have the firm conviction that if the Lord is my companion, and if the Lord is directing my ways, and if I am following my Lord, I can trust him. He will not deceive me. His ways are perfect. Sometimes I may think that I'm in a wrong way. I may think that he is leading me in a wrong way. Is that what a way it is? Let me tell you, he become, hallelujah, a shield for you. He become a shield around you. That's a verse. It's not all the worldly shield are just in front of you. But you see, you look into that verse. You look into that verse that says that he will become a shield around you. He will become a shield around you. Hallelujah. See, in the worldly shield, you will have protection only in the front, maybe on the side. But you see that when God become your shield, he is a shield around you. ലോകത്തിലെ സകല പരിചയങ്ങളും നിനക്ക് മുമ്പിൽ നിന്നും മാത്രമേ പ്രൊട്ടക്ഷൻ തരികയുള്ളൂ. നിനക്ക് കൂടിപ്പോയാൽ സൈഡിലൂടെ പ്രൊട്ടക്ഷൻ
എന്നാൽ നിന്റെ പുറകിൽ നിന്ന് വരുന്ന ഒരു ശത്രുവിനെയും നിനക്ക് കാണാൻ കഴിയത്തില്ല. പുറകിലൂടെയുള്ള ഒരു അമ്പിൽ നിന്നും നിനക്ക് സ്വത്രം സംരക്ഷണം തരുവാൻ ഒരു പരിചയ്ക്കും കഴിയത്തില്ല. എന്നാൽ കർത്താവ് നിന്നെ മുമ്പിൽ മാത്രമല്ല മറയ്ക്കുന്നത്, നിനക്ക് ചുറ്റും വരിയായി വരുമ്പോൾ നീ കാണുവാൻ കഴിയാത്ത, നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്തതായ ഇൻവിസിബിൾ മേഖലകളിൽ നിനക്കെതിരായിട്ട് ഹല്ലേലൂയ ശത്രുവിന്റെ അണിയറയിൽ അവൻ ഒരുക്കുന്ന അമ്പുകളെ അവൻ പതിയിരുന്നു കൊണ്ട് നിനക്കെതിരെ ഹല്ലേലൂയ സ്തോത്രം തൊടുത്തു വിടുവാൻ ശ്രമിക്കുന്ന അമ്പുകളെയും കാണുവാൻ കഴിയുന്ന കർത്താവ് നിനക്ക് ചുറ്റും പരിചയമായി മാറുകയാണ്. കർത്താവിന് സ്തോത്രം. We need to understand, children, what is the Lord we serve. നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ട് ഞാൻ പറയും, we need to have the conviction. Whom do we serve? Our Lord become a protection for us, a shield for us. You see that all the worldly shield, the shield of all the militaries in the world, and they can shield you only from the front. Hallelujah. But you see that the Lord become a shield for you, around you, so that hallelujah, even hallelujah, the arrows of the enemy from back will not touch you, will not harm you, because God become your shield. Okay, Karthavinu Stotram. So therefore, what I wanted to say that don't be worried of the way. But many times all our focus is on the way, whether it is water, whether it is fire. When this fire will go, when this water will go, when I can have a plain land all through my life. Oh Lord, should I walk through this fire all through this, Lord? Sometimes, some people all through this your life, you may think the Lord, when this situation will be over, should I go through fire always? Why I have this difficult ways always? Dear children of God, don't focus on your ways. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസി, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാണ് എനിക്ക് മാത്രം, ഞാൻ ഈ ഭക്തനായിട്ട് ഓടിയിട്ട് കർത്താവെ എന്ന് എൻ്റെ ഈ സ്തോത്രം പ്രശ്നം ഒന്ന് മാറും, എന്ന് എനിക്ക് തീയില്ലാത്തൊരു അനുഭവം ഉണ്ടാകും. തീയില്ലാത്ത വഴി എനിക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ? ഈ വെള്ളമില്ലാത്തൊരു വഴി എനിക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ? ഒരു നോർമൽ വഴി എന്തെങ്കിലും ഉണ്ടാകുമോ? ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ചിന്തിക്കുന്ന ദൈവം ഇതോട് പറയുന്നു, കർത്താവ് നിന്നെ കരം പിടിച്ചിരിക്കുന്നുവെങ്കിൽ സ്തോത്രം, നീ ഭാരപ്പെടരുത്. ഇന്ന് പലക്കാലം ദൈവാത്മാവ് സംസാരിക്കും, നിന്റെ ഫോക്കസ് വഴിയിൽ നിന്ന് മാറ്റുവാൻ. നിന്റെ ഫോക്കസ് വഴിയെ നിന്ന് മാറ്റിക്കൊണ്ട് നിന്റെ ഫോക്കസ് കർത്താവിലാക്കിക്കൊണ്ട് നീ മുമ്പോട്ട് ഓടുവാൻ. കർത്താവിന് സ്തോത്രം. എല്ലാവരും എഴുതി തള്ളുവായിരിക്കും, ഈ തീ നിന്നെ നശിപ്പിക്കുമെന്നും നശിപ്പിക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. ഇല്ലവേ ഇല്ല. കർത്താവിന് സ്തോത്രം. ദൈവം നിന്റെ കൂടെ ഉള്ളതിനാൽ അവൻ മുൻപോട്ട് നയിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മളുടെ ഫോക്കസും എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു മല കാണുമെന്ന് വിചാരിക്കാം, നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായി. പക്ഷെ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എന്താണെന്നറിയാമോ? ഈ മല മാറുവാൻ. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഫോക്കസ് മുഴുവൻ, കർത്താവേ മല മാറണമേ. ഈ മല മാറുന്നത് മാത്രമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഈ മല എപ്പം മാറുമെന്ന്. ഈ മല മാറുന്നതും മാത്രം നോക്കിയിരുന്നാൽ ഒരുപക്ഷെ മല മാറിയെന്ന് വരത്തില്ല. ആ ദൈവദാസൻ പറഞ്ഞ ചിന്തയാണ്. കർത്താവിന് സ്തോത്രം. 4 കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മല മാറുക എന്നുള്ളത് നമ്മുടെ ഫോക്കസ് ആകരുത്. നമ്മുടെ ഫോക്കസ് എന്താണ്? നമുക്ക് അക്കരെ എത്തണം. ഈ മലയപ്പുറത്തേക്ക് നമ്മുടെ യാത്ര, നമ്മൾ അങ്ങോട്ട് പോകി, പക്ഷെ ഇത് വഴിമുടങ്ങായി നിൽക്കുന്നു. എന്നാൽ നമുക്ക് ലക്ഷ്യം മലയാകരുത്, മലയ്ക്കപ്പുറത്തെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കർത്താവിന് സ്തോത്രം. എന്നാൽ പിശാച് ശ്രമിക്കുന്ന മുഴുവൻ ഈ മലയിൽ നമ്മുടെ എനർജി മുഴുവൻ, നമ്മുടെ ഫോക്കസ് മുഴുവൻ. ആ ദൈവദാസൻ പറഞ്ഞ ചിന്ത ഇതാണ്, 4 കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇൻസ്റ്റന്റ് ആയിട്ട്, അത്ഭുതകരമായിട്ട്, മിറക്കുലസ് ആയിട്ട് ഈ മല മാറും. കർത്താവിന് സ്തോത്രം. നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഈ മല നമ്മുടെ മുമ്പിൽ നിന്ന് മാറും. ചിലപ്പോൾ ഈ മല മാറത്തില്ല, മറിച്ച് നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് ദൈവം അത്ഭുതകരമായിട്ട് ഈ മലയ്ക്കുള്ളിലൂടെ ഒരു തുരങ്കം സൃഷ്ടിച്ച് അപ്പുറത്തെത്തുവാൻ വഴിയില്ലാത്തടത്ത് ദൈവം ഈ മലയ്ക്കുള്ളിലൂടെ, തുരങ്കത്തിലൂടെ നിന്നെ അപ്പുറത്തെത്തിക്കുവാൻ ദൈവം ശക്തനാണ്. മറന്നു പോകരുത്.
3, ചിലപ്പോ അങ്ങനെ ആയിരിക്കത്തില്ല, മലയെ മാറത്തില്ല, മലങ്കത്ത് തുരങ്കം ഉണ്ടാകത്തില്ല. പിന്നെയോ ഈ മലയ്ക്ക് ചുറ്റുവെച്ച് ഹല്ലേലൂയ മറുകരയെത്തുവാനുള്ള ഒരു അസാമാന്യ ശക്തി ദൈവാത്മാവിന്റെ മേൽ പകരും. ഹല്ലേലൂയ. ഒരുപക്ഷെ മല മാറത്തില്ല, മലയ്ക്കുള്ളിലൂടെ സ്വത്രം തുരങ്കം ഉണ്ടാകത്തില്ല. എന്നാൽ ഈ മലയ്ക്ക് ചുറ്റുവെച്ച് അപ്പുറത്തെത്തുവാൻ നിന്റെ സ്വന്തം കഴിവ് കൊണ്ട് പറ്റത്തില്ല, നിന്റെ സ്വന്തം വിദ്യാഭ്യാസം കൊണ്ടും പറ്റത്തില്ല, നിന്റെ സ്വന്തം ധനം കൊണ്ടും പറ്റത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അസാമാന്യ ശക്തി നിന്റെ മേൽ പകർന്ന് നീ ഇതിനെ ചുറ്റും ഹല്ലേലൂയ നാട്ടുകാർ വിസ്മയിക്കും. ഹല്ലേലൂയ. ഒരു ചെറിയ സ്വത്രം ഹല്ലേലൂയ ഒരു ചെറിയ കുന്നുപോലും ഹല്ലേലൂയ കടക്കുവാൻ പ്രയാസമുള്ള നീ എങ്ങനെ ഈ മലയ്ക്ക് ചുറ്റുവെച്ചെന്നും ദൈവാത്മാവിന്റെ ശക്തിയാൽ. ചിലപ്പോൾ അതുമല്ല, 4ാമത് ചിലപ്പം ദൈവാത്മാവിന്റെ അറിയാമോ, മല മാറിയെന്ന് വരത്തില്ല, ഇതിനുള്ളിൽ തുറങ്കമുണ്ടായെന്ന് വരത്തില്ല, ഇതിന് ചുറ്റും ഒരുപക്ഷെ സ്വത്രം വലം വെക്കായിരിക്കത്തില്ല, മറിച്ച് ദൈവാത്മാവ് നിന്നെ എടുത്തുകൊണ്ട് ഈ മലയുടെ മറുവശത്ത് പോകുവാൻ ഹല്ലേലൂയ ഒരു അഭൂത കരുത്ത് നിന്റെ മേൽ പകരുകയാണ്. സ്വത്രം ജീവിതത്തിൽ ഒരിക്കലും മല കയറിയിട്ടില്ലാത്ത നിന്നെ ഈ മല കയറി അപ്പുറത്തെത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരുത്ത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ചിന്ത മലയിലാകരുത്. നമ്മുടെ ചിന്തയും ഫോക്കസും ദുഷ്ടനായ പിശാച് ആ മലയിലാണ് നമ്മുടെ മുഴുവൻ എനർജിയും ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു ദൈവത്തിന്റെ വൈതൽ മനസ്സിലാക്കണം, മലയല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അതല്ല നമ്മുടെ ഡെസ്റ്റിനി. മല വന്നെന്നിരിക്കും, പോയെന്നിരിക്കും, എന്നാൽ അതിനപ്പുറത്തേക്കാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ എത്തിക്കുവാൻ കഴിവുള്ള ഒരുവനാണ് നിന്റെ കമ്പാരിയൻ കൂടെ നടക്കുന്നത്. അവൻ വഴി തെരഞ്ഞെടുത്തോളും, അവൻ മെത്തേഡ് തെരഞ്ഞെടുത്തോളും. സ്തോത്രം. നമുക്ക് അവൻ ഇൻസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. Let me just say one of the thoughts is not my thought. It is said by a servant of God in 1991 when I was in a difficult situation. So he preached this message, but that day I imprinted within the depth of my heart this hallelujah godly message. That is how from 1991 I walk, hallelujah. And God is trying to know, human pains and everything is there, but I am trying. Lord, grant me every day I pray, Lord, grant me the grace that I will not focus on the mountain, hallelujah, ahead of me. Grant me the grace to focus on, to see beyond the mountain, to focus beyond the mountain. Hallelujah. മലയിൽ ഫോക്കസ് ചെയ്യാതെ ദൈവമേ എന്റെ ലക്ഷ്യം മലയ്ക്ക് അപ്പുറത്താകുവാൻ, മലയ്ക്ക് അപ്പുറത്തേക്ക് എന്നെ കണ്ടുപോകുവാൻ, മലയ്ക്ക് മുകളിലൂടെ കാണുവാൻ ഒരു കണ്ണു തരണമേ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, അങ്ങനെ കർത്താവിന് സ്തോത്രം. So children, sometimes what happened, imagine we are traveling on the way. When we travel on the way, there is a huge mountain becoming a hindrance on the way. But you see, we all may be praying, Lord, this mountain may be removed. So our focus in prayer, our focus in our passion, everything, that Lord, this mountain should be removed. Okay, we need to understand God has different ways. God has different strategies. God may not do always in the same way. Sometimes what God does, sometimes God will remove the mountain miraculously, instantly, right? The mountain will disappear by the powerful presence of God in a miraculous way. The second thing, sometimes, we may not be seeing the mountain miraculously moving away. Rather, God will make a way through the mountain. God will make a tunnel through the mountain so that you can pass through it. And sometimes you may not see the mountain disappear. You may not see the tunnel through the mountain, but the Lord will grant you an extraordinary power so that you will make a way around the mountain and you will reach the other shore. Hallelujah. And fourth, sometimes, God, you will not find that the mountain is disappearing and you will not see any miraculous tunnel through the mountain.
and you will not see any way around the mountain. That is also close. You can't go. But during that situation, the Lord will give you supernatural power that you will climb over the mountain and you will reach the other shore. So don't focus on the mountain. Don't think that God always works in the same way. That's what I said. Don't focus on the ways. May the Lord design and decide our ways. And we will only focus on the Lord and we will follow him. കർത്താവിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഇനി ഒരു കാര്യം കൂടെ കർത്താവിന് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ ആത്മാർത്ഥത്തോടെ നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ സഹിത്വം തിരിച്ചറിയാൻ കഴിയാത്തത്? Have we thought about? Sometimes we see that we are not experiencing the presence of God. We're not hearing the voice of God. Why? Have you ever thought about it? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല? പലപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയത്, ഒത്തിരി അനുഭവങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നോർമലായി ഉള്ള വഴിയിലൂടെ നടക്കുമ്പോൾ, കൂടെ നടക്കുവാൻ ഇഷ്ടം പോലെ കൂട്ടുകാരുള്ളപ്പോൾ, പച്ച പരവാതാനിയുള്ള വിരിച്ച വഴിയിലൂടെ നടക്കുമ്പോൾ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞെന്ന് വരികയില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ കാഠിന്യമേറിയ, ദൈർഘ്യമേറിയ, ബുദ്ധിമുട്ടുള്ള വഴിയിലൂടെ മറ്റാരും കൂടെ നടക്കുവാൻ ഇല്ലാത്ത വഴികളിൽ ദൈവസാന്നിധ്യത്തിന്റെ മഹത്വം ഒരു ഭക്തൻ തിരിച്ചറിയുന്നു. കർത്താവിന് സ്തോത്രം. ദൈവസാന്നിധ്യത്തിന്റെ മഹത്വം ഏറ്റവും അധികം ഒരു ഭക്തൻ തിരിച്ചറിയുന്നത് ദൈവം കൂടുതലായിട്ടല്ല. കാരണം കൂടെ നടക്കാൻ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ സംസാരിക്കാനുണ്ട്, സ്തോത്രം, വഴി കുഴപ്പമൊന്നുമില്ല. അപ്പം ദൈവത്തിന്റെ കൂടെ അടക്ക്, ദൈവത്തിന്റെ കമ്പാനിയൻഷിപ്പ് തിരിച്ചറിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ ആരുമില്ലാതെ, കർത്താവിന് സ്തോത്രം, ആരും കൂടെ നടക്കുവാനില്ലാതെ, ആരുടെയും സകുത്വമില്ലാതെ വഴിയാത്ര ദൈർഘ്യമാകുന്നു. കർത്താവെ, ഈ യാത്ര നീണ്ടുപോകുന്നുവോ എന്ന് വിചാരിക്കുന്ന രീതിയിൽ കാഠിന്യമേറുമ്പോൾ, ഒറ്റക്കായിരിക്കുന്ന വിഷയങ്ങളിൽ, ബുദ്ധിമുള്ള വിഷയങ്ങൾ, ദൈവസാന്നിധ്യത്തിന്റെ മഹത്വം തീച്ചുള്ള ഇറങ്ങി ദൈവസാന്നിധ്യം കണ്ടിട്ടുള്ളവർ ഇവിടെയുണ്ട്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ നീ ദൈവരാജ്യത്തിന്റെ ഒരു പൗരനാണെങ്കിൽ, നീ ദൈവവൈതലാണെങ്കിൽ, നിന്റെ മേൽ കണ്ണുണ്ട്. നീ കാണാത്തടത്ത് നിന്റെ കണ്ണിനെ പതിയത്തില്ലെങ്കിലും, നിന്റെ കുഞ്ഞിന്റെ മേൽ നിന്റെ കണ്ണ് പതിയത്തില്ലെങ്കിലും പതിയുന്ന ഒരു കർത്താവിന്റെ കണ്ണുണ്ട്. മറന്നു പോകരുത്. കർത്താവിന് സ്തോത്രം. ദൈവഭക്തരായി ജീവിക്കുന്നവർക്ക് ദൈവത്തിന്റെ സഹിത്വം, കർത്താവിന്റെ കരുണ കൂടെയുണ്ട്. അതുകൊണ്ട്, so dear children of God, why we are not experiencing the companionship of God, why it is not visible to you many times, why it is not, experiential to you, why it is not tangible to you. You may say that, Pastor, you say that, we can experience the companionship of God, but I have never experienced. The reason is that, so your ways are always smooth. There is no trouble to you. There is no suffering to you. There is no starving to you. There is no, hallelujah, any such issues that you face in your life. But you see that there are so many people all across the globe. You see that they are going through the, hallelujah, tough way. They are going through tough way to Zion, and they experience the companionship of God. The companionship of God become more visible, more tangible when we go through tough ways of life, when we go through watery ways of life, when we go through, hallelujah, fiery ways of life, when we think that this is a difficult journey, I am all alone, there is none to help me, and such is a situation, you will experience the companionship of God in a more tangible, experiential, visible way. So that will become a story for you to say to others. So, dear children of God, start praying to the Lord. Lord, I will never complain the ways that you will lead me. Lord, lead me. I want to experience your tangible presence of God. I want to experience your visible presence of God. I want to experience your companionship of God. Lord, I heard from the Bible, you talk to people. I heard this pastor saying, you talk to people, they heard the voice of God. But I want to hear your voice, oh Lord. But that is a costly way. That is not a smooth way. You see, when we go through tough ways, difficult ways,
long ways and long ways, none to help us. And you see that you will experience visible companionship of the Lord. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുകയാണ്, കർത്താവേ, അയ്യോ എൻ്റെ പാത ദൈർഘ്യമാണോ, ഇച്ചിരി കാഠിന്യമാണോ യാത്ര, കർത്താവ് എന്നുവരെ ഇതിൽ ഒരു അന്ത്യമുണ്ടാകുമോ എന്ന് വിചാരിക്കുന്ന ദൈവത്തിന്റെ പൈതനോട് ദൈവാത്മാവ് പറയുന്നു, നീ ഒരു ഭക്തിയോട് ജീവിച്ചാൽ, യഹോഭക്തി നിന്റെ ആശ്രയമായി മാറിയാൽ, കർത്താവിനെ തന്നെ നീ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയാൽ, ദൈവപാത വിട്ടു മാറാതെ വേണം നീ യാത്ര ചെയ്താൽ, കർത്താവിന് സ്തോത്രം, ദൈവത്തിന്റെ ദൃശ്യമായ സാന്നിധ്യം, ഹല്ലേലൂയ, നിനക്ക് അനുഭവിക്കത്ത ദൈവ സാന്നിധ്യം, നിനക്ക് പറയത്തക്ക ദൈവ സാന്നിധ്യം, അടുത്ത തലമുറയോട് വർണ്ണിക്കത്തക്ക ദൈവ സാന്നിധ്യം, നിന്റെ കൂട്ടുകാരോട് പറയുവാനൊരു ടെസ്റ്റ് മണി, സ്തോത്രം, നിന്റെ വീട്ടുകാരോട് പറയുവാനൊരു ടെസ്റ്റ് മണി, ദൈവ പ്രവൃത്തിയുടെ, ദൈവ സാന്നിധ്യത്തിന്റെ, അത്ഭുതകരമായ ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങളുടെ കൂമ്പാരം ദൈവം നിനക്ക് തരുവാൻ കഴിയും. പക്ഷെ അത് വഴി ഡിഫിക്കൽട്ടാണ്. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് വേ. സോ ഡിഫിക്കൽട്ട് വേയിലൂടെ യാത്ര ചെയ്തവർക്ക് സ്തോത്രം ദൈവം നടത്തിയ പാതകളുടെ അനുഭവം അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയത്തില്ല. കർത്താവിന് സ്തോത്രം. സോ കർത്താവിന് സ്തോത്രം. നമുക്ക് ദൈവത്തോട് നമ്മുടെ കംപ്ലൈന്റ് എല്ലാം അങ്ങ് വിടാം. സോ ലെറ്റ്സ് ഓൾ ടേക്ക് away all our complaints. കർത്താവിന് സ്തോത്രം. Say loud, Lord, I will not complain about the way. I know that your way is perfect. I know your way is perfect. You will never lead me into wrong way. കർത്താവ്, നീ ഒരിക്കലും എന്നെ തെറ്റായ വഴിയിലൂടെ നടത്തത്തില്ല. കർത്താവ്, നീ എന്നെ നേരായ വഴിയിലൂടെ നടത്തത്തുള്ളൂ. ഭക്തിയോടെ ജീവിപ്പാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന് സ്തോത്രം. അടുത്ത തേർഡ്, കർത്താവിന് സ്തോത്രം. When you come to the third reality, കർത്താവിന് സ്തോത്രം. Third reality, what is when you come to verse 4? നാലാം വാക്യം ഒന്ന് വായിക്കാം. Verse 4. നമ്മൾ ദൈവത്തിന്റെ വകയെന്ന് പറയുമ്പോൾ നാം ആരാണെന്ന് തിരിച്ചറിയേണ്ട വിഷയമാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ തിരിച്ചറിവ്. യെസ്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. താങ്ക് യു. കർത്താവിന് സ്തോത്രം. ഇവിടെ നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന ഒരു 3 പദമുണ്ട്. ദൈവം പറയുന്നു, നീ എനിക്ക് വിലയേറിയ, മാന്യൻ, എനിക്ക് പ്രിയപ്പെട്ടവനാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഇവിടെ മൂന്നാമത് നമ്മൾ കാണേണ്ടത് എന്താണെന്നറിയാം? ആരാണ് നമ്മളെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് വൺ, we belong to God. Second one, we have the companionship of the Lord. Third one, our value is determined by the Lord. Our value is determined by the Lord. Our value comes from the Lord. മൂന്നാമത്തെ സ്തോത്രം, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ വിഷയം, നമ്മളെ വാല്യൂ ചെയ്യുന്ന കർത്താവാണ്. നമ്മുടെ മൂല്യനിർണയം നടത്തുന്ന കർത്താവാണ്. നമ്മുടെ മൂല്യനിർണയം കർത്താവ് നടത്തുന്നതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട. ഇത് വലിയ വിഷയം എനിക്കറിയാം. ഞാൻ മുഴുവൻ പൂർത്തിയായി പങ്കെടുത്തു അറിയത്തില്ല. ഞാൻ അല്പകാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിർത്തട്ടെ. കർത്താവിന് സ്തോത്രം. ഈ മൂല്യനിർണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്താണ്, നമുക്ക് എത്രമാത്രം മൂല്യമുണ്ട്. Let me finish my word saying that we are valued by God. Our gender, our culture, and our family, parents, all decided by you, by God, not you decided by God. It is God who decide where you would be born. God decide who is your dad. God decide who is your mom. I know that there are so many complicated questions. I mean, let me tell you, with all I understand, I am aware of that. But you have a heavenly Father above all of them. If you think that my father is not caring, mother is not caring, let me tell you, the eyes of your heavenly Father is upon you. Your earthly father have limitation, earthly parents have limitation, but heavenly Father has no limitation. His eyes are on you. He will lead us through. What will be the way, He will take care of us. God bless you. Hallelujah. Thank God. Lord, you put the value for me. It is, I am valued by God. My value comes from you, from your Father. I belong to you and you walk with me. I am so thankful to you.